2025 ഓഗസ്റ്റ് 26, 27, 28 തീയതികളിൽ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഏർപ്പെടുത്തിയ വ്യാഖ്യാൻമാല എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു ക്ഷണിതമായിട്ട് അവസരം കിട്ടി. ഇതിൽ പ്രധാനമായിട്ടും അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ 100 വർഷം പുതിയ ചക്രവാളങ്ങൾ എന്നതായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ സർസംഘ ചാലകായ ഡോക്ടർ മോഹൻ ഭഗവത്ജിയുടെ പ്രഭാഷണവും തുടർന്നുള്ള ചോദ്യോത്തരവേളയും ആയിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ മോഹൻ ഭഗവത്ജി പ്രധാനമായിട്ടും പറഞ്ഞത് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഉടനീളം നിലനിന്നിരുന്നു. അറിയപ്പെടുന്ന ചരിത്രത്തിൽ പല പല രാജ്യങ്ങള്, പല പല രാജാക്കന്മാര്, പിന്നെ പല പല ആക്രമണകാരികള്, പല പല വിദേശ ആക്രമണകാരികള്, ഇവരെല്ലാം ഭരിച്ചിരുന്നപ്പോഴാകട്ടെ, അതുപോലെ മുഗളന്മാര്, ബ്രിട്ടീഷുകാർ, ഇവരൊക്കെ ഭരിച്ചിരുന്നപ്പോഴാകട്ടെ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം അത് ഒരു അനുസ്യൂതമായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. അതിൽ ഒരിക്കലും എങ്ങും ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടില്ല. ഭാരതം വളരെ പുരാതനമാണ്. അതുപോലെ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് മാനവ ശാസ്ത്രങ്ങൾ ആണ് എന്നാണ് ഡോക്ടർ മോഹൻ ഭഗവത്ജി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വസുധൈവ കുടുംബകം എന്ന തത്വമാണ് RSSന്റെ ലക്ഷ്യം. വ്യക്തിയും സൃഷ്ടിയും ജീവനും ഈ മൂന്നിൻ്റെയും സന്തുലിതാവസ്ഥയാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ വൈവിധ്യം അംഗീകരിക്കുക എന്നതാണ്. ധർമ്മം എല്ലായ്പ്പോഴും എല്ലാവർക്കും സുഖം നൽകുന്നതായിരിക്കും. RSS ധർമ്മതത്വത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ ധർമ്മതത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗത്തിലും എത്തിച്ചേരേണ്ടതുണ്ട്. ശ്രീ മോഹൻ ഭഗവത്ജി പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, RSS വോളണ്ടിയേഴ്സ് അതിനുവേണ്ടി സമൂഹത്തിലെ എല്ലാ വർഗങ്ങളുമായും എല്ലാ വിഭാഗങ്ങളുമായും സമ്പർക്കത്തിൽ വരണം. ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നതിന് വേണ്ടി സമൂഹത്തെ തയ്യാറാക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഭാരതത്തിന്റെ ഭാഗമാണെന്ന തോന്നൽ ഊട്ടിയുറപ്പിക്കണം. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. എല്ലാ മതവിഭാഗങ്ങളുമായി നമുക്ക് സമ്പർക്കം പുലർത്തേണ്ടതുണ്ട്. അതുപോലെ വ്യവസ്ഥകളുടെ പരിവർത്തനത്തിലൂടെ സമാജത്തിന്റെ പരിവർത്തനമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. വീണ്ടും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം സർവേ ഭവന്തു സുഖിന എന്ന ആപ്തവാക്യമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നിഴലിക്കേണ്ടത്. ഇത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ്. സർവേ ഭവന്തു സുഖിന എങ്കിൽ മാത്രമേ നമ്മുടെ ഭാരതം കൂടുതൽ ശക്തി ആർജിക്കുകയുള്ളൂ. വീണ്ടും അദ്ദേഹം ആത്മനിർഭരത എന്ന് വെച്ചാൽ സ്വയം പര്യാപ്തത എന്നാണ് അർത്ഥം. അതുപോലെ സ്വദേശി എന്ന തത്വവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു വസ്തുതയാണ്. നമുക്ക് അദ്ദേഹം വിശദമാക്കിയത് ഒരു മോഡേൺ ഇക്കണോമിക്സ് ആണ്. അതായത് പ്രാദേശികമായി നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെയോ ഉണ്ടോ നമ്മൾ അതെല്ലാം ഉപഭോഗത്തിനും ഉപയോഗത്തിനും വേണ്ടി ചെയ്യുക. അത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതചര്യ ആയിരിക്കണം. നമ്മുടെ ചുറ്റുപാടിലും എന്തെല്ലാം സാധന സാമഗ്രികൾ കിട്ടുന്നു എന്നുള്ളത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഉപഭോഗത്തിന് നമ്മൾ നിയന്ത്രണം വയ്ക്കണം. നമ്മൾക്ക് ആവശ്യമോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. എങ്കിൽ മാത്രമേ ഒരു സന്തുലിതമായ പരിസ്ഥിതിയും അതുപോലെ തന്നെ ഒരു സന്തുലിതമായ വികസനവും ഭാരതത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾക്ക് പരിസ്ഥിതിയെ ദോഷം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഉപഭോഗം മുന്നോട്ട് പോകരുത്. അത് നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ.
വീണ്ടും അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഭാഷ, വേഷം, അതുപോലെ ആഹാരം, ചിന്താഗതി, പിന്നീട് വിനോദയാത്രകളും മറ്റും ഇതെല്ലാം നമ്മുടെ ഭാരത പാരമ്പര്യത്തിന് അനുസരിച്ചുള്ളത് ആയിരിക്കണം. പിന്നീട് വിദേശ ഭാഷകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. നമ്മുടേതായ ഭാഷകൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് നമ്മുടെ ഭാരതത്തിലെ എല്ലാ ഭാഷയും, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ഭാഷകളും നമ്മുടെ ഓരോ രാഷ്ട്ര ഭാഷയാണ്. അതിനെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ച് അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. വിദേശ ഭാഷകൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നീട് നമ്മുടെ വേഷമെന്ന് പറയുന്നത് കഴിവതും നമ്മുടെ പാരമ്പര്യത്തിനും പരമ്പരാഗതമായിട്ടുള്ള വേഷങ്ങൾ തന്നെയായിരിക്കും ഉത്തമം. മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് വിദേശയാത്രകളാണ്. അതായത് വിനോദയാത്രകൾക്ക് വേണ്ടി പലരും വിദേശത്തേക്ക് പോകുന്നു എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭാരതത്തിൽ ഉടനീളം എല്ലാ വിധത്തിലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും ഉണ്ട്. ലോകത്തിൽ എങ്ങുമില്ലാത്ത എല്ലാ വൈവിധ്യമാർന്ന വിനോദ സഞ്ചാര സ്ഥലങ്ങളും നമ്മൾക്കുണ്ട്. ആദ്യം നമ്മുടെ ഭാരതീയരായിട്ടുള്ള എല്ലാവരും ഓരോ വിനോദയാത്രകൾക്കും ഭാരതത്തിലെ ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യം ഭാരതത്തെ കാണുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് തൃപ്തരായില്ല എന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് സന്ദർശിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഓരോ സ്ഥലവും സന്ദർശിക്കുക, ഭാരതത്തെ അറിയുക. അത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. വീണ്ടും അദ്ദേഹം പറയുന്നത് സ്വയം പര്യാപ്തമായ നമ്മുടെ സംസ്കാരത്തിലൂന്നിയ ഒരു സമൂഹമാണ് നമ്മൾക്ക് ആവശ്യം. അതായത് സ്വയം പര്യാപ്തത എന്നത് അദ്ദേഹത്തിന്റെ 3 ദിവസത്തെ പ്രഭാഷണത്തിലും ഊന്നി പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. മറ്റൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് കുടുംബ പ്രബോധനമാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇതിലൂടെ അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാ കാര്യങ്ങളും സംസാരിക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അയൽപക്കക്കാരെ അടുത്തറിയുക. അവരാരൊക്കെയാണ്, എങ്ങനെയാണ് അവരുടെ ജീവിതം, അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നമ്മൾ പങ്കുചേരുക. അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളാൽ കഴിവതും ചെയ്യാൻ ശ്രമിച്ചിരിക്കണം എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. നമ്മൾ വളരെ സമൂഹത്തിന് പ്രാധാന്യം കൊടുക്കണം. ആ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി പ്രാദേശികമായ നേതൃത്വവും നേതാക്കളും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് വികസനം മുന്നോട്ട് ആകുകയുള്ളൂ. ഹിന്ദു സമാജത്തെ പൂർണ്ണമായി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അദ്ദേഹം വീണ്ടും എടുത്ത് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നിയമത്തിനും നടപടിക്രമങ്ങൾക്കും അനുസരിച്ചുള്ളതായിരിക്കണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. നിയമവിരുദ്ധമായ ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഹിന്ദു സമാജത്തിന്റെ ഭാഗമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം മഹാത്മാഗാന്ധിജിയുടെ 7 സിൻസ്, അതായത് 7 പാപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ എടുത്തെടുത്ത് പറഞ്ഞു. അത് ഞാൻ വീണ്ടും അതിവിടെ വായിക്കാം. അത് പ്രധാനമായിട്ടും ഇംഗ്ലീഷിലുള്ള ടേംസ് ആണ്. മഹാത്മാഗാന്ധിജി എഴുതിയിട്ടുള്ളതാണ്. അത് പ്രധാനമായിട്ടും വെൽത്ത് വിത്തൗട്ട് വർക്ക്, അതായത് ഏകദേശം മലയാളത്തിൽ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യാതെ സമ്പത്തുണ്ടാക്കുക. അതുപോലെ പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്, മനസാക്ഷിയില്ലാതെ സുഖം അനുഭവിക്കുക. നോളജ് വിത്തൗട്ട് ക്യാരക്ടർ, സ്വഭാവമില്ലാത്ത അറിവ്, അതല്ലെങ്കിൽ വ്യക്തിത്വമില്ലാത്ത അറിവ്. വീണ്ടും കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, ധാർമ്മികത ഇല്ലാത്ത വാണിജ്യം. അതുപോലെ സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം. റിലിജിയൻ വിത്തൗട്ട് സാക്രിഫൈസ്, ത്യാഗമില്ലാത്ത മതം. വീണ്ടും പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾ, തത്വമില്ലാത്ത രാഷ്ട്രീയം. അദ്ദേഹം പറയുന്നത് ഈ 7 പ്രിൻസിപ്പിൾസ് നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നന്മയുടെ അംശം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഇതിൽ ദോഷമായിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യരുത്. അത് നമ്മുടെ ഭാരതത്തിന്റെ വികസനത്തിനും, അതായത് ഭാരതത്തെ വിശ്വഗുരുവാക്കുന്നതിനും അതിന് പുറകോട്ട് വലിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
വീണ്ടും ചോദ്യോത്തര വേളയിലെ കഴിഞ്ഞ കുറച്ച് ചോദ്യോത്തരങ്ങൾക്ക് ഉത്തരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് വീണ്ടും പറയാം. എങ്കിലും മുഴുവൻ പറയാൻ ഇവിടെയും പറ്റില്ല, കാരണം അദ്ദേഹം ഏകദേശം 200-ൽ പരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിയുന്നതോടെ നമ്മുടെ സമയത്തിന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് പോയിന്റ്സ് കൂടെ ഞാൻ പറയാം. അതായത് നഗരങ്ങളുടെ പേരുകൾ. അദ്ദേഹം പറഞ്ഞു ആക്രമണകാരികളായ വിദേശികളുടെ പേരുകൾ ആകരുത് നഗരങ്ങൾക്ക് നമ്മൾ ഇടുന്നത്. ഇന്ത്യക്കാരായ നല്ലവരുടെ പേരുകൾ, അത് ഏത് മതസ്ഥരോ ആകട്ടെ, നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ പേര് നമ്മൾക്ക് ഇടണം എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. അത് വീണ്ടും മോഹൻ ഭഗവത്ജിയോട് നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്ന് എടുത്തു ചോദിച്ചു. അപ്പോഴതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, അതായത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഒരു കൃത്യമായും വ്യക്തമായും ദിശയുള്ളതാണ്, അത് നമ്മുടെ രാഷ്ട്രത്തെ ശാക്തീകരിക്കാൻ ഉപയോഗിക്കും എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും തൊഴിലിന് വേണ്ടി ആയിരിക്കണമെന്നില്ല. തൊഴിലിന് വേണ്ടി അതിൻ്റെതായ പ്രത്യേക പ്രാവീണ്യമുള്ള സ്കില്ലുകളാണ് നേടേണ്ടത്. അതിലൂടെ മാത്രമേ തൊഴിൽ സമ്പാദനം നടക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും അതിന് ഒരു പരിധിയുണ്ട്. കാരണം ഏകദേശം 30% ജനത്തിന് മാത്രമേ നമ്മുടെ ഭാരതത്തിലെന്നല്ല ലോകത്തെവിടെയും തന്നെ സർക്കാരും പ്രൈവറ്റ് സെക്ടറും കൂടി ചേർന്ന് ജോലി കൊടുക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള ജനവിഭാഗം, ഏകദേശം 70%-ഓളം ജനവിഭാഗം സ്വയം തൊഴിൽ കണ്ടെത്തുകയോ സ്വന്തമായിട്ട് പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത്. മറ്റൊരു ചോദ്യം ചോദിച്ചത് സംസ്കൃതം സ്കൂളുകളിൽ കമ്പൽസറി ആക്കണമോ എന്ന ചോദ്യമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് സംസ്കൃതം പഠിക്കുന്നത് നല്ലതാണ്, അത് നമ്മുടെ ശാസ്ത്രങ്ങളെ അറിയാൻ ഉതകും, പക്ഷെ അത് കമ്പൽസറി ആക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. വീണ്ടും ഭാരതീയരുടെ ഭക്ഷണം, അത് ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും നമ്മൾക്ക് നിബന്ധനകൾ വെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ത് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഭക്തർക്കും അതുപോലെ വ്രതമെടുക്കുന്നവർക്കും അതിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുന്ന സ്ഥലത്തോ അവർക്ക് ഉചിതമല്ലാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പരസ്പരം അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണ്. ഇതും നിയമത്തിലൂടെ കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ പരസ്പര വിട്ടുവീഴ്ചയോടും കൂടി പരസ്പരം അറിഞ്ഞ് ഭക്തന്മാരോ അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ദിവസങ്ങളിലോ ആ സ്ഥലങ്ങളിലെ ഭക്ഷണം അതുമായിട്ട് താതാത്മ്യം വരുത്തുന്ന ഭക്ഷണമായിരിക്കണം എന്ന രീതിയിലും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അതെല്ലാം ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമസ്കാരം.